രാവിലെ എനിക്ക് കുളിക്കാത്തതിന് നമ്മുടെ വയറ് നിറച്ച് ചീത്ത കേട്ടോ. കാരണം നമുക്ക് പണിയുണ്ട്. വീട്ടിലുള്ള ദിവസം എന്റെ കുളി നേരത്തെ കഴിയും. അമ്മ ഇല്ലാത്ത പക്ഷം ഞാൻ വെറുതെ തേരാപാര നടക്കും. അങ്ങനെ എന്റെ കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ അമ്മയുടെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ വെച്ച് പണിക്ക് പോയി. പിന്നെ അച്ഛമ്മ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അച്ഛമ്മയുടെ ഇങ്ങനെ വർത്താനം പറഞ്ഞ് കുറച്ചായിരുന്നു. 7ാം മാസത്തിലെ സ്കാനിങ് കഴിഞ്ഞപ്പോൾ എന്റെ ഫുഡ് അടിക്കുന്ന രീതിയൊക്കെ കംപ്ലീറ്റ് ചേഞ്ച് ആയിട്ടോ. ഇപ്പൊ 7 നേരമാണ് എനിക്ക് ഫുഡ് കഴിക്കേണ്ടത്. നമ്മുടെ ഉണ്ണിക്ക് കുറച്ചും കൂടി വെയിറ്റ് വേണ്ടോ. അപ്പൊ ഇതേപോലെ ഫുഡ് കഴിക്കാതെ വേറെ നിവർത്തിയില്ല കേട്ടോ. അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പഴം കൊടുത്ത് കഴിക്കും. അങ്ങനെ പഴം കഴിക്കുന്നതിന്റെ ഇടയ്ക്കാണ് എന്റെ പഴയ ഫോട്ടോ അമ്മയുടെ ഫോണിൽ കണ്ടേട്ടോ. പിന്നെ ഒരു കൊളാബിന്റെ ഷൂട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ വേഗം പോയിട്ട് റെഡി ആവാൻ നിന്നു. ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഫേസസ് കാനഡ മേക്കപ്പ് ഫിക്സർ ആണ്. അത് 12 hours നമ്മുടെ മേക്കപ്പ് ലോക്ക് ചെയ്ത് വെക്കും. പിന്നെ മാറ്റ് ഫിനിഷ് ആണ് കേട്ടോ. പിന്നെ ഫേസസ് കാനഡ ഞാൻ 3-in-1 ഫൗണ്ടേഷൻ ആട്ടോ യൂസ് ചെയ്യുന്നത്. ഫൗണ്ടേഷൻ പ്ലസ് മോയ്സ്ചറൈസർ പ്ലസ് സൺസ്ക്രീൻ ആണ് കേട്ടോ. ഒരുപാട് നേരം ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഫൗണ്ടേഷൻ ആണ്. പിന്നെ ഐലൈനർ ഉപയോഗിച്ചിട്ട് ഞാൻ എന്റെ കണ്ണൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ലിപ്സ്റ്റിക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ലിപ്സ്റ്റിക് കൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് എന്റെ മൂക്കിലൊക്കെ ഒന്ന് ചെയ്തിട്ടൊന്ന് ബ്ലഷ് ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് മുടിയും കൂടി അയച്ചിട്ട് എന്റെ മേക്കപ്പ് ഏറെക്കുറെ സെറ്റ് ആയിട്ടോ. അങ്ങനെ ഒരു സൈഡ് മാത്രം ഈ സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുക്കണത് ഈ മേക്കപ്പ് എത്രത്തോളം വർക്ക് ആവണമെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് അമ്മയുടെ ഫോൺ എടുത്തിട്ട് സെറ്റിംഗ് സ്പ്രേ അടിച്ച ഭാഗത്ത് ഞാൻ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാട്ടോ ഇതിന്റെ ഡിഫറൻസ്. സെറ്റിംഗ് സ്പ്രേ അടിച്ച ഭാഗത്ത് നിന്ന് ഒരു തരി പോലും മേക്കപ്പ് ഫോണിലേക്ക് പറ്റി പിടിച്ചിട്ടില്ല കേട്ടോ. ഇനി അല്ലാത്ത ഭാഗത്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, സെറ്റിംഗ് സ്പ്രേ അടിക്കാത്ത ഭാഗത്ത് ഫോൺ വെച്ചപ്പോൾ കംപ്ലീറ്റ് മേക്കപ്പ് എന്റെ ഫോണിൽ പറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ എന്റെ മുഖത്ത് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു. നമ്മുടെ മേക്കപ്പ് ഫിക്സർ യൂസ് ചെയ്യാത്ത ഭാഗത്ത് ഇതേ എന്റെ ഐലൈനർ ഒക്കെ ആകെ പരന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഒരു വെള്ള ടവൽ എടുത്തിട്ട് ഞാൻ എന്റെ മുഖമൊക്കെ നന്നായി തുടച്ചു കൊടുക്കുന്നുണ്ട്. മേക്കപ്പ് ഫിക്സർ യൂസ് ചെയ്ത ഭാഗത്തുനിന്ന് ഒരു തരി പോലും മേക്കപ്പ് വന്നിട്ടില്ല. അല്ലാത്ത ഭാഗത്തു നിന്നൊക്കെ മേക്കപ്പ് ഒക്കെ ഇളകി വന്നിട്ട്. അപ്പോൾ പ്രൊഡക്റ്റ് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. ഫ്ലിപ്കാർട്ട്, ആമസോൺ, നൈക്ക, പർപ്പിളിലൊക്കെ ഈ പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ.